വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ അത്ഭുതം വരുന്നുണ്ട്. വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ അത്ഭുതം വരുന്നുണ്ട്. കുരുടനു കാഴ്ച ലഭിച്ചതുപോൽ എൻ സൗഖ്യം വരുന്നുണ്ട്. കുരുടനു കാഴ്ച ലഭിച്ചതുപോൽ എൻ സൗഖ്യം വരുന്നുണ്ട്. വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ അത്ഭുതം വരുന്നുണ്ട്. വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ അത്ഭുതം വരുന്നുണ്ട്. ഏലിയാവിനപ്പം ലഭിച്ചതുപോൽ എന്നാഹാരം വരുന്നുണ്ട്. ഏലിയാവിനപ്പം ലഭിച്ചതുപോൽ എന്നാഹാരം വരുന്നുണ്ട്. വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ അത്ഭുതം വരുന്നുണ്ട്. വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ അത്ഭുതം വരുന്നുണ്ട്. അബ്രഹാം അനുഗ്രഹമായതുപോൽ എന്നനുഗ്രഹം വരുന്നുണ്ട്. അബ്രഹാം അനുഗ്രഹമായതുപോൽ എന്നനുഗ്രഹം വരുന്നുണ്ട്. വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ അത്ഭുതം വരുന്നുണ്ട്. വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ അത്ഭുതം വരുന്നുണ്ട്. യോസേഫ് മാനിക്കപ്പെട്ടതുപോൽ എന്നുയർച്ച വരുന്നുണ്ട്. യോസേഫ് മാനിക്കപ്പെട്ടതുപോൽ എന്നുയർച്ച വരുന്നുണ്ട്. വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ അത്ഭുതം വരുന്നുണ്ട്. വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ അത്ഭുതം വരുന്നുണ്ട്. ദാനിയേൽ വിടുവിക്കപ്പെട്ടതുപോൽ എൻ വിടുതൽ വരുന്നുണ്ട്. ദാനിയേൽ വിടുവിക്കപ്പെട്ടതുപോൽ എൻ വിടുതൽ വരുന്നുണ്ട്. വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ അത്ഭുതം വരുന്നുണ്ട്. വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ അത്ഭുതം വരുന്നുണ്ട്. ദാവീദ് യുദ്ധം ജയിച്ചതുപോൽ എൻ വിജയം വരുന്നുണ്ട്. ദാവീദ് യുദ്ധം ജയിച്ചതുപോൽ എൻ വിജയം വരുന്നുണ്ട്. വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ അത്ഭുതം വരുന്നുണ്ട്. വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ അത്ഭുതം വരുന്നുണ്ട്. ശലോമോന് വിജ്ഞാനം ലഭിച്ചതുപോൽ എൻ വിജ്ഞാനം വരുന്നുണ്ട്. ശലോമോന് വിജ്ഞാനം ലഭിച്ചതുപോൽ എൻ വിജ്ഞാനം വരുന്നുണ്ട്. വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ അത്ഭുതം വരുന്നുണ്ട്. വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ അത്ഭുതം വരുന്നുണ്ട്.
എനിക്കില്ല എന്നാലും ഏറ്റം ചാരെ യേശുവിൻ സഹായമായി വരും. ഇല്ല നിരാശയിൽ എനിക്ക് യേശുവുള്ളതായി. ഇല്ല നിരാശയിൽ എനിക്ക് യേശുവുള്ളതായി. മാർഗമൊന്നും മുന്നിലായി കാണാതെ വന്നാലും ചെങ്കടൽ പിളർന്നവൻ വൻപാത തുറന്നിടും. ഇല്ല നിരാശയിൽ എനിക്ക് യേശുവുള്ളതായി. ഇല്ല നിരാശയിൽ എനിക്ക് യേശുവുള്ളതായി. കണ്ണുനീരിൻ താഴ്വരെ ആശ്വാസം തേടുമ്പോൾ മൃത്യുവേ ജയിച്ചവൻ ആശ്വാസമായി വരും. ഇല്ല നിരാശയിൽ എനിക്ക് യേശുവുള്ളതായി. ഇല്ല നിരാശയിൽ എനിക്ക് യേശുവുള്ളതായി. തോൽവിയേറ്റു മാറുവാൻ വൻ പ്രേരണ വന്നാൽ വിജയവീരനാമേശുവേ എൻ ജയം സുനിശ്ചിതം. ഇല്ല നിരാശയിൽ എനിക്ക് യേശുവുള്ളതായി. ഇല്ല നിരാശയിൽ എനിക്ക് യേശുവുള്ളതായി. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എന്റെ ദയ മാറുകയില്ല എന്നേശു അരുൾ ചെയ്യുന്നു. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എന്റെ ദയ മാറുകയില്ല എന്നേശു അരുൾ ചെയ്യുന്നു. കൈവിടുകില്ല, ഉപേക്ഷിക്കുകയുമില്ല, കർത്താവ്
നിന്നെ പേർ ചൊല്ലി വിളിച്ചു, നീ എനിക്കുള്ളവനല്ലോ. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചു, നീ എനിക്കുള്ളവനല്ലോ. ശോധനകൾ നേരിടുമ്പോ ഞാൻ നിന്റെ കൂടെയിരിക്കും. ശോധനകൾ നേരിടുമ്പോ ഞാൻ നിന്റെ കൂടെയിരിക്കും. കൈവിടുകില്ല, ഉപേക്ഷിക്കയുമില്ല. കർത്താവ് ഞാൻ നിന്റെ കൂടെയുണ്ടല്ലോ. കൈവിടുകില്ല, ഉപേക്ഷിക്കയുമില്ല. കർത്താവ് ഞാൻ നിന്റെ കൂടെയുണ്ടല്ലോ. അമ്മതൻ കുഞ്ഞിനെ മറക്കുമോ? കരുണ തോന്നാതിരിക്കുമോ? അമ്മതൻ കുഞ്ഞിനെ മറക്കുമോ? കരുണ തോന്നാതിരിക്കുമോ? അവൾ നിന്നെ മറന്നു പോയാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അവൾ നിന്നെ മറന്നു പോയാലും ഞാൻ നിന്നെ മറക്കുകയില്ല. കൈവിടുകില്ല, ഉപേക്ഷിക്കയുമില്ല. കർത്താവ് ഞാൻ നിന്റെ കൂടെയുണ്ടല്ലോ. 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 നമ്മുടെ അനുഗ്രഹം പലതും ശത്രു തട്ടിക്കൊണ്ടുപോയി. പോകാമവൻ കോട്ടയ്ക്കുള്ളിൽ ബലമായി പിടിച്ചെടുക്കാം. നമ്മുടെ അനുഗ്രഹം പലതും ശത്രു തട്ടിക്കൊണ്ടുപോയി. പോകാമവൻ കോട്ടയ്ക്കുള്ളിൽ ബലമായി പിടിച്ചെടുക്കാം. നീ കൊണ്ടുപോയ നന്മകൾ ഇപ്പോൾ തന്നെ മടക്കുക. ഒന്നും കുറയ്ക്കാതവയെല്ലാം തിരികെ തരിക. നീ കൊണ്ടുപോയ നന്മകൾ ഇപ്പോൾ തന്നെ മടക്കുക. ഒന്നും കുറയ്ക്കാതവയെല്ലാം തിരികെ തരിക. എന്റെ ബുദ്ധിയും എന്നാരോഗ്യവും എല്ലാം ദൈവം തന്ന നന്മയല്ലോ. ആയതിന്മേൽ ഇനി നോട്ടം വയ്ക്കുവാൻ സാത്താനെ നിനക്കു കാര്യമില്ല. നീ കൊണ്ടുപോയ നന്മകൾ ഇപ്പോൾ തന്നെ മടക്കുക. ഒന്നും കുറയ്ക്കാതവയെല്ലാം തിരികെ തരിക. നീ കൊണ്ടുപോയ നന്മകൾ ഇപ്പോൾ തന്നെ മടക്കുക. ഒന്നും കുറയ്ക്കാതവയെല്ലാം തിരികെ തരിക.
സമ്പത്തും എൻ സമാധാനവും എല്ലാം ദൈവം തന്ന നന്മയല്ലോ. ആയതിന്മേൽ ഇനി നോട്ടം വയ്ക്കുവാൻ സാത്താനെ നിനക്കു കാര്യമില്ല. നീ കൊണ്ടുപോയ നന്മകൾ ഇപ്പോൾ തന്നെ മടക്കുക. ഒന്നും കുറയ്ക്കാതവയെല്ലാം തിരികെ തരിക. നീ കൊണ്ടുപോയ നന്മകൾ ഇപ്പോൾ തന്നെ മടക്കുക. ഒന്നും കുറയ്ക്കാതവയെല്ലാം തിരികെ തരിക. മാതാപിതാക്കൾ ഭാര്യയും ഭർത്താവും എല്ലാം ദൈവം തന്ന നന്മയല്ലോ. ആയതിന്മേൽ ഇനി നോട്ടം വയ്ക്കുവാൻ സാത്താനെ നിനക്കു കാര്യമില്ല. നീ കൊണ്ടുപോയ നന്മകൾ ഇപ്പോൾ തന്നെ മടക്കുക. ഒന്നും കുറയ്ക്കാതവയെല്ലാം തിരികെ തരിക. നീ കൊണ്ടുപോയ നന്മകൾ ഇപ്പോൾ തന്നെ മടക്കുക. ഒന്നും കുറയ്ക്കാതവയെല്ലാം തിരികെ തരിക. അത്യുന്നതന്റെ മറവിൽ വസിക്കുന്ന ഒരു ദൈവ പൈതലിനുള്ള സുരക്ഷ വളരെ വലുതാണ്. അത്യുന്നതനേക്കാൾ വലിയ ഉന്നതനില്ല, സർവശക്തനേക്കാൾ വലിയ ശക്തനുമില്ല. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു: എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകയില്ല. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുകയും ഇല്ല. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. പിതാവിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. ദൈവം തൻ്റെ മക്കൾക്ക് നൽകുന്ന സുരക്ഷയെ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകുകൾക്കുള്ളിൽ മറയ്ക്കുന്നതിനോട് താരതമ്യം ചെയ്ത് പറഞ്ഞിരിക്കുന്നു. യേശു യെരുശലേമിനെ നോക്കി ഇങ്ങനെ പറഞ്ഞു: കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. കാൽവരി ക്രൂശിൽ യേശു കൈകൾ വിരിച്ചപ്പോൾ ശത്രുവിൽ നിന്നും അഥവാ സാത്താനിൽ നിന്നും പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും സമ്പൂർണ്ണ ജയം നമുക്കുറപ്പുവരുത്തി നമുക്ക് അഭയം തരുവാൻ തൻ്റെ ചിറകുകൾ വിരിക്കുകയായിരുന്നു. യേശുവിനെ തൻ്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നവന് അവൻ തൻ്റെ സങ്കേതവും കോട്ടയും രക്ഷയും താൻ ആശ്രയിക്കുന്ന ദൈവവുമാകുന്നു. പ്രിയ സഹോദര സഹോദരി, നിന്നെ രക്ഷിക്കേണ്ടതിന് സ്നേഹത്തോടെ യേശു നിന്നെ വിളിക്കുന്നു. നിന്നെ നശിപ്പിക്കുന്ന പിശാചിൻ്റെ കെണികളെ വിട്ടൊഴിഞ്ഞ് യേശുവിൽ അഭയം പ്രാപിക്കുക. ടിവിക്കും ഇൻ്റർനെറ്റിനും അശ്ലീല സാഹിത്യത്തിനും, അതെ, നിന്നെ പാപത്തിൽ കുരുക്കുന്ന കെണികളെ ബോധപൂർവം തിരസ്കരിച്ച് നിന്നെ സ്നേഹിക്കുന്ന, അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്ന യേശുവിൻ്റെ അരികിൽ വരുക. അവൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഒരു നല്ല ഭാവി നിനക്കായി കാത്തിരിക്കുന്നു.